ഇടുക്കി കാന്തല്ലൂരിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞ് CPIM പ്രവർത്തകർ. കാന്തല്ലൂരിലെ റിസോർട്ടിൽ ആന കയറിയത് പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. ആന ഇറങ്ങിയ വിവരം വനം വകുപ്പിനെ അറിയിച്ചപ്പോൾ എത്താൻ വൈകിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വാഹനത്തിൽ ഡീസൽ ഇല്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. മെനഞ്ഞാന്ന് രാത്രി മുതൽ ആനശല്യം രാത്രിയിൽ മുഴുവൻ സ്ഥലങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ പല പ്രാവശ്യം ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. അവർ വിളിക്കുമ്പോഴെല്ലാം വളരെ ധിക്കാരപരമായാണ് സംസാരിക്കുന്നത്. ഇവിടുത്തെ ഫോറസ്റ്റുകാരനെ വിളിച്ചാൽ സർക്കാർ പൈസ കൊടുത്തില്ല, സർക്കാർ ഡീസൽ അടിക്കാൻ പൈസ കൊടുത്തില്ല, ഞങ്ങളെങ്ങനെ ഉരുട്ടിക്കൊണ്ട് വന്നാൽ മതിയോട് വന്നാൽ ചോദിക്കുന്നേ സർക്കാർ ഉദ്യോഗസ്ഥൻ. ഇന്ന് കാട്ടാനകളെ കൊണ്ടും കാട്ടുപോത്തുകളെ കൊണ്ടും പന്നിയെ കൊണ്ടും ഇവിടെ കൃഷിക്കാരനെ ഈ ജീവിതം പൊറുതിമുട്ടിയിരിക്കുന്നു. ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഒറ്റ ഒരു ഫോറസ്റ്റുകാരനും നിലത്തിലിറങ്ങില്ല എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. സന്ദീപ് രാജക്കാട് നൽകും വിവരങ്ങൾ. സന്ദീപ്, സ്ഥിരമായി ഇത്തരത്തിൽ വന്യമൃഗ ശല്യമുള്ള ഒരു മേഖലയാണോ ഇത്? എന്താണ് CPM പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്? വിനിത വേണു, ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ കാട്ടാന അടക്കമുള്ള വന്യജീവികളുടെ ആക്രമണം രൂക്ഷമായി നേരിടുന്ന ഒരു പ്രദേശമാണ് മറയൂർ കാന്തല്ലൂർ മേഖല എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കാന്തല്ലൂർ മേഖലയിൽ ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലുമായി കാട്ടാനയും കാട്ടുപോത്തും അടക്കമുള്ള വന്യജീവികൾ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നിഷേധാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത്. പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല, രാത്രികാലത്ത് കാട്ടാന ഇറങ്ങി വീട്ടുമുറ്റത്തെത്തി നിൽക്കുമ്പോൾ ജനങ്ങൾ ആശങ്കയോടെ അവരെ വിളിക്കുമ്പോഴാണ് പറയുന്നത് തങ്ങൾക്ക് വരാനിപ്പോൾ കഴിയില്ല, വണ്ടിക്കകത്ത് ഡീസലില്ല, സർക്കാർ പണം നൽകുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കർഷകർക്ക് നേരെ ആക്രോശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. തുടർന്ന് കർഷകരും ഇവരുമായി ഫോണിൽ തന്നെ വാക്കുതർക്കമുണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ഇന്നലെ രാത്രിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ പ്രദേശത്തേക്ക് എത്തി നോക്കിയില്ല. തുടർന്നാണ് കാന്തല്ലൂരിലുണ്ടായിരുന്ന ഒരു റിസോർട്ടിൻ്റെ ചുറ്റുമതിലടക്കം കാട്ടാന തകർത്തു. അതിന് സമീപത്തുണ്ടായിരുന്ന കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇന്ന് രാവിലെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ സന്ദർശിക്കാൻ, ഈ മേഖല സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് എത്തുന്നത്. കർഷകർ വിളിച്ച് വിവരമറിയിച്ചിട്ടും എത്താത്തതിനെ തുടർന്നാണ് അവർ പ്രകോപിതരായിട്ടുള്ള CPIM പ്രവർത്തകർ, CPMൻ്റെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ശ്രീനിവാസൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടയുകയും വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് കർഷകർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു സൂചന എന്ന തരത്തിലാണ് ഇപ്പോൾ CPMൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പയസ് നഗർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായിരുന്നു ഇത്തരത്തിൽ വൈകുന്നേരം ഈ ആശങ്കയോടെ വിളിക്കുന്ന കർഷകരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് മറുപടി നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. എന്തായിരുന്നാലും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് അവിടെ ഉയരുന്നത്. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വലിയ സമൂഹമാണ്, വലിയ കർഷക കുടുംബങ്ങളാണുള്ളത്. അവരെ സംബന്ധിച്ച് രാത്രിയിൽ പകൽ വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. നമുക്കറിയാം മറയൂർ മേഖലയിൽ അടക്കം കാട്ടുപോത്തും കാട്ടുപന്നിയും ഒപ്പം തന്നെ കാട്ടാനയും സജീവമായി ഇറങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാനകൾ ഇറങ്ങുന്നത് തടയുവാൻ, അവയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് യാതൊരുവിധ സംവിധാനങ്ങളും വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. വകുപ്പ് തലത്തിൽ ഇത്തരം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തുക മാറ്റിവെക്കുന്നു എന്നുള്ളതല്ലാതെ, ഇല്ലെങ്കിൽ ബഡ്ജറ്റിൽ ഒരു തുക പ്രഖ്യാപിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അത് പ്രായോഗികമായി നടപ്പിലാക്കുവാൻ കഴിയുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ കാന്തല്ലൂർ മേഖലയിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്.